സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് നമുക്ക് വാട്ടർ ഓൺ എർത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ഷുവർ ടോപ്പിക്കാണ് വെച്ച് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് നമുക്കറിയാം നമ്മൾക്ക് പല തരത്തിലുള്ള കിണറുകളുണ്ട് അല്ലേ. അപ്പോൾ ടൈപ്സ് ഓഫ് വെൽസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഒരൊറ്റ കുഞ്ഞു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. നമുക്ക് 3 തരത്തിലുള്ള കിണറുകളാണുള്ളത്. ഒന്നാണ് ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽ കിണറുകൾ. ഇപ്പോൾ നമ്മളുടെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കുഴൽ കിണറുകൾ ഉണ്ടാവും. മിസ്സിൻ്റെ വീട്ടിൽ കുഴൽ കിണറാണുള്ളത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്ത് ടൈപ്പ് കിണറാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് രണ്ടാമത്തേതാണ് നമ്മളുടെ ഫിൽട്ടർ പോയിന്റ് വെൽസ് അല്ലെങ്കിൽ അരിപ്പ കിണറുകൾ. മൂന്നാമത്തേതാണ് ആർട്ടീഷ്യൻ വെൽസ്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ വീടുകളിൽ കാണുന്നത് ഈ തരത്തിലുള്ള കിണറുകളായിരിക്കും അല്ലെ, നോർമൽ വെൽസ്. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ടർ ലെവൽ കുറച്ച് ഉയർന്നിട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കിണറുകളാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക. അപ്പോൾ എപ്പോഴാണ് നമ്മൾ കുഴൽ കിണറിനെ കുറിച്ച് ചിന്തിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പം നമ്മുടെ ഈ ഒരു വാട്ടർ അവൈലബിലിറ്റി, നമ്മുടെ ഭൂമിയിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ ഭൂഗർഭജലത്തിൻ്റെ അളവ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു സോഴ്സ് ഒത്തിരി താഴെയാണ്. അതിൻ്റെ മുകളിലൊക്കെ കുറേ പാറകളൊക്കെയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാറകളൊക്കെ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി കുത്തി പൊട്ടിച്ചിട്ട് വേണം എവിടേക്ക് എത്താൻ, നമ്മുടെ ഈ ഒരു അണ്ടർഗ്രൗണ്ട് വാട്ടറിൻ്റെ സോഴ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരിക്കും, മിക്കവാറും പാറകളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു മെഷീനോ അല്ലെങ്കിൽ ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടു കൂടി ഈ പാറകളൊക്കെ പൊട്ടിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു പൈപ്പ് ഇട്ട് നമ്മൾ വെള്ളം എടുക്കുകയാണ്. സോ ട്യൂബ് വെൽസ് ആർ ഡഗ് ഓൺ റോക്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഷീൻസ്. യന്ത്ര സഹായത്തോടു കൂടിയിട്ട് പാറ തുറന്നിട്ട് നമ്മൾ എടുക്കുന്നതാണ് നമ്മളെ കുഴൽ കിണറുകൾ അല്ലെങ്കിൽ ട്യൂബ് വെൽസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, അരിപ്പ കിണറുകൾ അല്ലെങ്കിൽ ഫിൽട്ടർ പോയിന്റ് വെൽസ് ആണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാൻഡി റീജിയൻ, അതായത് ഒത്തിരി മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ നമുക്ക് എന്താണ് ഒത്തിരി ആഴമൊന്നും ഉണ്ടാവില്ല, വെള്ളമൊക്കെ ഉണ്ടാകും, പക്ഷെ ആ റീജിയൻ എന്തായിരിക്കും, നമ്മളുടെ ബീച്ചിലൊക്കെ പോയാലുള്ള മണലില്ലേ, അങ്ങനത്തെ സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മൾ അവിടെയാണ് ഈ ഫിൽട്ടർ പോയിന്റ് വെൽസ് ഉപയോഗിക്കുക, അരിപ്പ കിണറുകൾ ഉപയോഗിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണലാവുമ്പം ഈസി ആയിട്ട് വേഗം ഈ മണ്ണിലേക്ക് അടിഞ്ഞ് വീഴാനും അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിൽട്ടർ പോയിന്റ് വെൽസ് ഉപയോഗിക്കും. ഓക്കെ, ദ ടേം ഫിൽട്ടർ പോയിന്റ് വെൽസ് ആർ യൂസ്ഡ് ഫോർ ദ ഷാലോ ട്യൂബ് വെൽസ്. ട്യൂബ് വെൽസ് അല്ലെങ്കിൽ കുഴൽക്കിണർ എന്ന് പറയുമ്പോൾ പൊതുവേ നല്ല ആഴം ഉണ്ടാകും, പക്ഷേ ഇത് ആഴം കുറഞ്ഞ കുഴൽക്കിണറുകളാണ്. എവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, മണൽ നിറഞ്ഞ പ്രദേശങ്ങൾ അല്ലെങ്കിൽ സാൻഡി റീജിയൻസിൽ ഉപയോഗിക്കുന്ന ആഴം കുറഞ്ഞ കുഴൽ കിണറുകളാണ് നമ്മൾ ഫിൽട്ടർ പോയിന്റ് വെൽസ് എന്ന് പറയുക. ആ വെള്ളത്തിന് നമ്മൾ ഫിൽട്ടർ ചെയ്തതിന് ശേഷമായിരിക്കും എടുക്കുന്നത്, കാരണം അവിടേക്കൊക്കെ മണ്ണൊക്കെ വീണ് അതാകെ അലമ്പായിട്ടുണ്ടാകും. ഇനി നമ്മുടെ മൂന്നാമത്തതാണ് ആർട്ടീഷ്യൻ വെൽസ് അല്ലെങ്കിൽ ആർട്ടീഷ്യൻ കിണറുകൾ. ഇത് കുറച്ചുകൂടി രസമാണ്. അതായത് നമ്മൾ ഒരു ലെയർ, ഇവിടെ ഒരു ലെയർ ഉണ്ട്, ഇതിനകത്തേക്ക് വെള്ളം കയറാത്ത അല്ലെങ്കിൽ ഇംപെർമിബിൾ റോക്കാണെന്ന് കരുതാം. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വെള്ളത്തിനൊക്കെ കടക്കാൻ പറ്റുന്ന ഒരു പെർമിബിലിറ്റി ഉള്ള റോക്കാണെന്ന് കരുതാം. ആൻഡ് ഇതിൻ്റെ മുകളിലായിട്ട് എന്താണ്, വീണ്ടും ഒരു ഇംപെർമിബിൾ റോക്കാണെന്ന് കരുതാം. അപ്പോൾ ഇംപെർമിബിൾ റോക്കിന് മിസ് വേറെ കളർ കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇംപെർമിബിൾ റോക്ക്. ഹായ്, ഇതാണ് നമ്മുടെ ഇംപെർമിബിൾ റോക്ക്. ഇതും നമ്മുടെ ഇംപെർമിബിൾ റോക്കാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് നമ്മളുടെ പെർമിബിൾ റോക്ക് അല്ലെങ്കിൽ നമ്മൾക്ക് വെള്ളം ഈസി ആയിട്ട് കടന്നു പോകുന്ന ഭാഗമുള്ളത്. അപ്പോൾ നമുക്ക് ഈ വെള്ളം കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രഷർ കൊടുക്കുക, മർദ്ദം കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക, അപ്പോൾ ഇവിടെ നമ്മളൊരു യന്ത്ര സഹായത്തോട് കൂടിയിട്ട് നമ്മളിവിടെ ഇങ്ങനെ തുരയ്ക്കുകയാണെന്ന് കരുതുക. തുരയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും മെഷീനൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ കുഴിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഈ വെള്ളമുള്ള ഭാഗത്ത് നിന്ന് ഇതിങ്ങനെ പൊന്തി ഇങ്ങനെ പുറത്തേക്ക് വെള്ളം വരും അല്ലേ. എങ്ങനെ ആലോചിച്ചാൽ മതി എന്നറിയാമോ, ഇപ്പം നമ്മൾ മിസ്സിൻ്റെ കയ്യിൽ ഇതിലൂടെ വെള്ളം അങ്ങനെ ഈസി ആയിട്ട് കടന്നു പോകില്ലല്ലോ. അപ്പം ഞാനിവിടെ എന്ത് ചെയ്യാണ്, കുറച്ച് ഒരു തേനോ അല്ലെങ്കിൽ വെണ്ണയോ അങ്ങനത്തെ എന്തെങ്കിലും ഞാനിവിടെ വെക്കുകയെന്ന് കരുതാം. തേനോ വെണ്ണ അങ്ങനെ ഒഴുകുന്ന എന്തെങ്കിലും സാധനം, അതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കൈ ഒന്നുകൂടെ വെക്കുകയാണ്. എന്നിട്ട് ഞാനിങ്ങനെ എന്ത് ചെയ്യാണ്, ഞാൻ എൻ്റെ കൈ ഉപയോഗിച്ച് ഇങ്ങനെ പ്രസ് ചെയ്യും. എന്താണ്, മിസ്സിൻ്റെ കൈയിൻ്റെ ഈ ഇടയിൽ കൂടെ എന്ത് ചെയ്യാൻ വേണ്ടി തുടങ്ങും, ഈ ജാമോ ഹണിയോ അല്ലെങ്കിൽ വെണ്ണയൊക്കെ ആണെങ്കിൽ ഇതിങ്ങനെ ക്ലൂം ക്ലൂം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് വരില്ലേ അല്ലേ, പ്രഷർ മുകളിൽ കൊടുക്കുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ നമ്മൾ പ്രഷർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇംപെർമിബിൾ റോക്കിനെ തുരയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് വെള്ളം പുറത്തേക്ക് ചാടും. അങ്ങനെ നമുക്ക് കിട്ടുന്ന കിണറുകളാണ് ആർട്ടീഷ്യൻ കിണറുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോക്കാമല്ലോ. ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറഞ്ഞാൽ ലെറ്റ് ദെയർ ബി എ പെർമിബിൾ റോക്ക് ബിറ്റ്വീൻ 2 impermeable rock layers. 2 impermeable ലെയറിൻ്റെ ബിറ്റ്വീനിലായിട്ട് ഒരു പെർമിബിൾ ലെയർ ഉണ്ട്. Water will rise to the surface automatically due to the pressure we dig to this permeable rock layer. നമ്മൾ ഇവിടെ ഇങ്ങനെ ഈ പെർമിബിൾ റോക്ക് ലെയർ നമ്മൾ തുരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് ചാടും. ഓക്കെ, such wells are known as artesian wells. The availability of water is due to the entry of water at some point to the permeable rock layer. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇത് നമ്മുടെ വെള്ളമുള്ള ഭാഗം
കണ്ടോ വെള്ളം കാണിച്ചിരിക്കണേ, ഇത് വെള്ളമില്ലാത്ത ഭാഗം, വെള്ളമില്ല. ഇതും വെള്ളമില്ലാത്ത ഭാഗം. അപ്പോൾ നമുക്ക് ഈ നടുവിലുള്ള വെള്ളമുള്ള ഭാഗത്ത് നിന്ന് നമുക്ക് വെള്ളം എടുക്കാൻ വേണ്ടി നമ്മൾ അത് തുരയ്ക്കാൻ വേണ്ടിയിട്ട് പ്രഷർ കൊടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ചാടുകയാണ്, പൂത്തിരി പോലെ. കണ്ടോ, പൂത്തിരി പോലെ ഇങ്ങനെ വെള്ളം വരികയാണ് നമ്മളൊരു ട്യൂബ് അല്ലെങ്കിൽ ഒരു മെഷീൻ ഉപയോഗിച്ച് നമ്മളിങ്ങനെ തുരയ്ക്കുന്ന സമയത്ത്. സോ അത്തരത്തിലുള്ള കിണറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയുന്നത്. സോ പ്രവേശനീയത തീരെ ഇല്ലാത്ത രണ്ട് ശിലാപാളികൾക്കിടയിലായിട്ട് പ്രവേശനീയത ഏറെയുള്ള ശിലാപാളിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, പ്രഷർ കൊടുക്കുമ്പോൾ അതിലൂടെ ജലം സമ്മർദ്ദം കൊണ്ട് ഉയർന്ന് ഉപരിതലത്തിലെത്തുന്നു. അത്തരത്തിലുള്ള കിണറുകളെ നമ്മൾ എന്ത് പറയും, ആർട്ടീഷ്യൻ വെൽസ് എന്ന് പറയും. സിമ്പിൾ അല്ലേ? ഓക്കെ, അപ്പോൾ ആ 3 ടൈപ്സ് ഓഫ് വെൽസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. ഒരു കാരണവശാൽ എൻ്റെ മക്കൾ മിസ് ചെയ്യാതിരിക്കുക. ഇതേപോലത്തെ നിങ്ങൾക്ക് ഷുവർ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഫ്രം ചാപ്റ്റേഴ്സും ഇതെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാകും. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അടിപൊളി ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അതാരും മിസ് ചെയ്യാതിരിക്കുക. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മളിനി ലൈവിൽ കാണാം.